ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. സവാള വെച്ചിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 2 റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ രുചികരമായിട്ടുള്ള 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പികൾ ഏതൊക്കെ എന്ന് നോക്കാം. നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സവാളയാണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. സവാള ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 8 ചുവന്നുള്ളിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 6 വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളികൾ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അവിടെ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീ കുറച്ച് വയ്ക്കാതെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്വല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്ന സമയത്ത് ഞാൻ ഇതുപോലെ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇതാ ഇവിടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതാ അവിടെ നമ്മുടെ കറി നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചാറോട് കൂടിയ കറിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി ഇത് കുറുക്കിയെടുക്കുന്നുണ്ട്. ചോറ്, ദോശ, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയുടെ റെസിപ്പി തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിനൊപ്പം വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുതേ.
ഇനി സവാള വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സുർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കരിയാതെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവാളയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തീയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണ്. ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കേട് കൂടാതെ ഒരാഴ്ചയോളം സൂക്ഷിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അച്ചാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുതേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.